ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പ് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ. വ്ളോഗുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗൺ ഒന്നാം തരംഗത്തിന് ശേഷം നമ്മളൊരു 3-4 ട്രിപ്പുകൾ ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ടോട്ടലി ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. കാരണം യാത്രകളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാനായിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. നമ്മൾ ട്രിപ്പിന് വേണ്ടി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ്, അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്റ്റേഡിയം റോഡിലാണ്. അതായത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിൽ കിടക്കുന്ന റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ടോപ്പ് ബോക്സാണ് ഞാനിന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ട്രിപ്പ് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. എന്തായാലും ടോപ്പ് ബോക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബൈക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടോപ്പ് ബോക്സ്. ഷാഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ടോപ്പ് ബോക്സാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് എറണാകുളത്ത് വൈറ്റില പൊന്നുരുന്തി ബ്രിഡ്ജിന് താഴെയായിട്ടുള്ള റോഡ് മോങ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇത് നമുക്ക് ഓൺലൈൻ വഴിയും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രൈസും അതിൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഒന്ന്, നമുക്ക് സേഫ്റ്റിയാണ്. നമ്മൾ ഒരു ബാഗ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ, ഞാൻ സ്ഥിരം യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ബാഗ് ബഞ്ചി കോഡൊക്കെ വെച്ചിട്ട് ടാഗ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെയുള്ള ട്രിപ്പുകളൊക്കെ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, സേഫ്റ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഒരിടത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പോകുന്ന വഴി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിലൊക്കെ നിർത്തും. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നമുക്ക് ഫ്രണ്ടിൽ ബൈക്ക് കാണുന്ന രീതിയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ പോകുന്നത്. കാരണം നമുക്കൊരു സേഫ്റ്റി ഇല്ല. കാരണം എല്ലാം ടാഗ് ചെയ്ത് അഴിച്ചെടുത്തിട്ട് വീണ്ടും നമുക്കിത് കയ്യിൽ വെച്ച് നടക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, അത് കാണുന്ന രീതിയിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ കയറുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷന് മുമ്പായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ബൈക്ക് വെച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ബാഗും ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു ബോക്സ് മേടിച്ചതിലൂടെ നമുക്ക് ഒഴിവാക്കാം. പിന്നീടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് മഴ സീസണിൽ, അതായത് മൺസൂണിന് റൈഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ബാഗ് വെച്ചിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ ബാഗിൽ റെയിൻ കവറൊക്കെ വെച്ചിട്ട് കവർ ചെയ്തൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാനും പോകാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വെച്ചാൽ പോലും നമുക്കിവിടെ എന്താ പറയുന്നത്, എത്ര ഒരുവിധം നല്ല മഴയത്തൊന്നും അത്ര സേഫ് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കുറച്ച് വെള്ളമൊക്കെ അതിൽ കയറും. പിന്നെ ഇതുപോലെ ഇവിടെ ടയറിൻ്റെ അവിടെ നിന്നൊക്കെ ചെളിയൊക്കെ തെറിച്ച് ബാക്കിൽ സൈഡ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ കവർമേൽ ഫുള്ള് ചെളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടിയുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ പറഞ്ഞ സേഫ്റ്റി, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മഴയത്ത് നമുക്ക് നനയും എന്നുള്ള ഒരു പ്രശ്നവും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് ഒരു ഷാഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ SH29 എന്ന് പറയുന്ന മോഡലാണ്. അതായത് 29 എന്ന് പറഞ്ഞാൽ 29 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റാച്ചബിളാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കീ ഉണ്ട് നമുക്ക് ഇതിനകത്ത്, എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കീ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 29 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടിരുന്ന ബാഗ് ഒരു 24 ലിറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കൊള്ളാവുന്നതിൻ്റെ മാക്സിമം സംഭവങ്ങൾ നമുക്കിതിലും കയറ്റാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലോക്കായി. പിന്നെ ഇത് ഒരു കാരണവശാലും നമുക്ക് തുറക്കാനോ അല്ലെങ്കിൽ ഉള്ളിൽ വെള്ളം കയറാനുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ഇത് തന്നെ പോലെ തന്നെ നമ്മൾ ഈ ലോക്ക് തിരിച്ചിട്ട് ഇത് നമുക്ക് ഡിസ്റ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിരുന്നത് കണ്ടില്ലേ, ഇത് താഴെ അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടത് ഇങ്ങോട്ട് വരും. പിന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് ഊരി മാറ്റാവുന്നതാണ്. ഈ ഒരു റാക്ക് മാത്രമേ ഇവിടെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ഫിക്സ് ചെയ്താണ്, ഇതിൻ്റെ ക്യാരിയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ നമുക്കിത് തിരിച്ച് ഇതുപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാണ് ലോക്കായി. ഇനിയിപ്പോൾ കീ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം, ഒരു പ്രോബ്ലം ഇല്ല. ഇത്
ഇവിടെ നിന്ന് ചാടിപ്പോകുന്നുള്ള പേടി വേണ്ട, നല്ല ടൈറ്റായിട്ടിരിപ്പുണ്ട്. അതുപോലെ ഇത് തുറന്നും പോവില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും സേഫായിട്ട് ഇത് വെച്ചിട്ട് പോവുകയും ചെയ്യാം. അതുപോലെ ഹോട്ടൽ റൂംസിലൊക്കെ പോകുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഡിറ്റാച്ച് ചെയ്തിട്ട് റൂമിലേക്ക് സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാനും പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരിയർ ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ യഥാർത്ഥ ക്യാരിയേഴ്സ് അഴിച്ച് മാറ്റിയിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡൊമിനോറിൻ്റെ ക്യാരിയറാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ഹോർണറ്റിന് പെർഫെക്റ്റ്ലി സ്യൂട്ടല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നതിനകത്ത്. അപ്പോൾ നമ്മൾ ടോപ്പ് ബോക്സ് അഴിച്ച് മാറ്റിയതിന് ശേഷമുള്ള നമ്മുടെ ബൈക്കിൻ്റെ ഒരു ലുക്കാണ് ഈ കാണുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബൈക്ക് സ്ഥിരമായിട്ട് നമ്മൾ വെച്ചിട്ട് നടക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ ക്യാരിയറും ഈ റാക്കും ഇതിനകത്ത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഉള്ള ലുക്കാണിത്. നമ്മുടെ നോർമൽ ക്യാരിയർ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉടനെ തന്നെ നമ്മളൊരു റൈഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ടോപ്പ് ബോക്സൊക്കെ വെച്ചിട്ട് നമ്മൾ റൈഡ് പോകുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എങ്ങനെയൊക്കെയാണ് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണവും ദോഷവും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ നമ്മളുടെ ട്രിപ്പുകളിലൂടെ തന്നെ കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി റൈഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.